MRL എക്സാലോജിക് മാസപ്പടി കേസിൽ പിണറായി വിജയന് മറുപടിയുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. റെയ്ഡിന് പിന്നാലെ വാർത്താക്കുറിപ്പ് ഇറക്കുന്നത് സ്വാഭാവികമായ നടപടി. അനധികൃത പണമിടപാടുകളിൽ വീണയ്ക്കെതിരായ തെളിവുകൾ വളരെ കൃത്യമാണ്. കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉടനുണ്ടാകുമെന്നും ED. വാർത്താക്കുറിപ്പ് ഇറക്കിയത് അസാധാരണമായ നടപടി എന്നായിരുന്നു പിണറായി വിജയന്റെ ആരോപണം. ജിജീഷ് കരുണാകരൻ ശരിയാണ്. ജിജീഷ്, അതായത് ED ഒരു സ്വാഭാവിക നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തി. പക്ഷേ അവിടെ പ്രതിസ്ഥാനത്ത് വീണ എത്തിയപ്പോൾ അത് പിണറായി സംബന്ധിച്ചിടത്തോളം അസാധാരണമായി മാറുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ EDയുടെ മറുപടി വരുമ്പോൾ ആ മറുപടിയിൽ എന്തൊക്കെയുണ്ട്? രാഗി, ഇക്കാര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിൽ യാതൊരു അസ്വാഭാവികതയുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഔദ്യോഗികമായ വാർത്താക്കുറിപ്പിലല്ല, അല്ലാതെ തന്നെ അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ആരോപണങ്ങൾ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം ഏതെങ്കിലും ഒരു അസ്വാഭാവിക നടപടിയല്ല. കാരണം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പ്രധാനമായും പറഞ്ഞത് വീണയെ ലക്ഷ്യം വയ്ക്കുന്നു, അത് തൻ്റെ മകളായതുകൊണ്ടുള്ള നീക്കങ്ങളാണ്, അസാധാരണമായ ഒരു നടപടിയാണ്. ആ റെയ്ഡിന് ശേഷം അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വാർത്താക്കുറിപ്പായി പുറത്തിറക്കിയത് എന്നതെല്ലാം തന്നെയായിരുന്നു. എന്നാൽ ED വ്യക്തമാക്കുന്നത് അതിൽ യാതൊരു അസാധാരണത്വവുമില്ല. സാധാരണ നിലയിൽ തന്നെയാണ്. എവിടെയെങ്കിലും പരിശോധനകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് ഒരുപക്ഷെ അതിന്റെ കണക്കുകൾ കൃത്യമായി കണക്കാക്കുന്നതടക്കമുള്ള കാലതാമസം എടുക്കാറുണ്ട്. 1-2 ദിവസങ്ങൾ എടുക്കാറുണ്ട്. അതിനുശേഷം വിശദമായ ഒരു റിലീസ് ഇറക്കുക എന്നത് സ്വാഭാവികമായ നടപടിയാണ്. തങ്ങൾ എന്തെല്ലാം നടപടികളാണ് ഓരോ കേസുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഉന്നത ഉദ്യോഗസ്ഥരുടെ കൂടി സാങ്ഷനോടുകൂടി അനുമതിയോടുകൂടിയായിരിക്കും അത്തരം വാർത്താക്കുറിപ്പുകൾ ഇറക്കുക. അങ്ങനെ തന്നെയാണ് വീണ വിജയനെതിരെയും വാർത്താക്കുറിപ്പ് ഇറക്കിയത്. വീണ വിജയനെതിരെ എന്നത് പറയാൻ കഴിയില്ല. അതും വീണയുമായി ബന്ധപ്പെട്ട് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് റെയ്ഡിൽ തങ്ങൾക്ക് ലഭിച്ച പ്രധാനപ്പെട്ട വിവരങ്ങൾ പലതുമുണ്ട്. പ്രത്യേകിച്ച് ഹവാല ഇടപാടുകൾ, മറ്റ് പണമിടപാടുകൾ, ദുരൂഹമായ വലിയ സാമ്പത്തിക ഇടപാടുകൾ, 20 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ, ഇതെല്ലാം കണ്ടെത്തിയത് കൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വാർത്താക്കുറിപ്പായി പുറത്തിറക്കിയത്. അതുകൊണ്ട് തന്നെ അതിൽ യാതൊരു അസ്വാഭാവിക നടപടിയല്ല. തുടർ നടപടികൾ കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന കാര്യം കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നുണ്ട്. തങ്ങളുടേതായ അന്വേഷണത്തിലുള്ള കണ്ടെത്തലുകൾ മാത്രമാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് വാർത്താക്കുറിപ്പായി പുറത്തിറക്കിയത് എന്ന കാര്യം കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശദീകരിക്കുന്നുണ്ട്. ഇനി കൂടുതൽ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. അത്തരം ഘട്ടങ്ങളിലൂടെയാണ് ഇനി പ്രധാനമായും കടന്നു പോവുക. അത് വീണയാണെങ്കിലും ഒപ്പം തന്നെ ഭർത്താവും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെയാണെങ്കിലും ഇരുവരുടെയും സുഹൃത്തുക്കൾ ഈ പണമിടപാടുകളിലെല്ലാം പങ്കാളികളാണ് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംശയിക്കുകയും ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയും എല്ലാം തന്നെ ചെയ്തിട്ടുള്ള ചില വ്യവസായികളടക്കമുള്ള CPM-ന്റെ ജില്ലാ നേതാക്കളടക്കമുള്ള ആളുകളെല്ലാം തന്നെയുണ്ട്. കോഴിക്കോട്ടെ ചില നേതാക്കളടക്കമുള്ള ആളുകളുണ്ട്, P. നിഖിൽ ഉൾപ്പെടെ. അവരിലേക്കെല്ലാം എത്തുന്ന ഒരു അന്വേഷണം തന്നെയായിരിക്കും മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് വ്യക്തമാക്കുക കൂടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെയ്തിരിക്കുന്നത്. ശരി ജിജീഷ്, എന്തായാലും വാർത്താക്കുറിപ്പ് ഇറക്കുന്നത് സ്വാഭാവികമായ നടപടി. പിണറായിക്ക് മറുപടി നൽകിയിരിക്കുകയാണ് ED.